Good morning all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോംപ്ലക്സ് ഫംഗ്ഷനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയിപ്പം കുറച്ച് പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി ഇമേജ് ഓഫ് ദി ലൈൻ റിയൽ പാർട്ട് ഓഫ് z is equal to 1 അണ്ടർ ദി മാപ്പിംഗ് w is equal to f of z is equal to z square. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദി ഇമേജ് ഓഫ് ദി ലൈൻ റിയൽ പാർട്ട് ഓഫ് z is equal to 1. റിയൽ പാർട്ട് ഓഫ് z is equal to 1 എന്നുള്ള ലൈനിൻ്റെ ഇമേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അണ്ടർ ദി മാപ്പിംഗ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? w is equal to f of z is equal to z square ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? z is equal to x plus iy ആണെന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ then f of z is equal to f of z ഓൾറെഡി z square ആണ് തന്നിട്ടുണ്ട്. അതായത് എങ്ങനെ എഴുതാം? f of x plus iy ആണ്, which is equal to z square അല്ല. z square എന്ന് പറയുമ്പോൾ എന്ത് വരും? x plus y whole square വരും. ഇത് a plus b whole square വെച്ച് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. x square minus 2ab എന്ന് പറയുന്നത് a എന്ന് പറയുന്നത് x ഉം b എന്ന് പറയുന്നത് iy ആണ്. അപ്പോൾ 2ab പ്ലസ് b സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? i സ്ക്വയർ ഇൻറ്റു y സ്ക്വയർ വരും. ഓക്കെ, അപ്പം ഈ ഒരു ഫോമിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് x സ്ക്വയർ, ഈ ഐ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ് വരുന്നത്. അപ്പം ഈ ഒരു ടേം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2ix y, ഐ സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? -y സ്ക്വയർ. ഇതിൻ്റെ റിയൽ പാർട്ട് ഒന്ന് എഴുതി നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് i ഇൻറ്റു 2xy ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് എങ്ങനെ എഴുതാം? യു ഓഫ് എക്സ് വൈ, യു എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് ആണ്. അതായത് യു ഓഫ് എക്സ് വൈ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അതേപോലെ തന്നെ വി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ്. ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് വരുന്നത്? 2xy ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ യുവും വിയും എഴുതി വെച്ചു. ഓക്കെ, ഇനിയിപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദി ഇമേജ് ഓഫ് ദി ലൈൻ റിയൽ പാർട്ട് ഓഫ് z is equal to 1. റിയൽ പാർട്ട് ഓഫ് z is equal to 1 എന്നുള്ളതിൻ്റെ ഇമേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് z ഈക്വൽ ടു 1. റിയൽ പാർട്ട് ഓഫ് z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? റിയൽ പാർട്ട് ഓഫ് z എന്ന് പറയുന്നത് x ആണ് വരുന്നത്. അപ്പോൾ x ഈക്വൽ ടു 1 ആണ് നമ്മൾ ലൈന് വരുന്നത്, അല്ലെ? x ഈക്വൽ ടു 1. ഇനി എന്ത് ചെയ്യാം? നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷനിൽ നമ്മൾ എക്സിന് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അതിൻ്റെ ഇമേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓവർ ദി മാപ്പിംഗ് ഏതാണ്? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ. അപ്പോൾ ഈ ഒരു മാപ്പിങ്ങിൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് കൊടുക്കുക? 1 കൊടുക്കുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ നമ്മൾ യു ഓഫ് എക്സ് വൈ എന്തായിട്ട് മാറും? യു എക്സ് വൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ u1y എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വരും? എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. 1 മൈനസ് വൈ സ്ക്വയർ വരും. അതേപോലെ തന്നെ വി ഓഫ് എക്സ് വൈ, യു ഓഫ് എക്സ് വൈ വി ഓഫ് എക്സ് വൈ എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. യു വി എന്ന് മാത്രം എഴുതിയാലും നമുക്ക് പ്രശ്നം വരുന്നില്ല. ഓക്കെ, വി ഓഫ് 1/, വി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് പറ്റും? 1 മൈനസ് വി സ്ക്വയർ ബൈ 4 ആയിട്ട് വരും. 1 മൈനസ്, ഇവിടെ വി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതല്ല 1 മൈനസ് വി സ്ക്വയർ ബൈ 4 വരുന്നത്. വി ഓഫ് 1/, എന്ന് പറയുന്നത് വി ഓഫ് എക്സ് വൈ നമുക്ക് എന്തായിരുന്നു കിട്ടിയത്? 2xy ആണ്. അതായത് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 1 ഇൻറ്റു വൈ. 2 ഇൻറ്റു 1 ഇൻറ്റു വൈ എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? 2y ആണ് വരുന്നത്. അപ്പോൾ യു എന്ന് പറയുന്നത് 1 മൈനസ് വൈ സ്ക്വയറും വി എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? 2y ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് യു എന്ന് പറയുന്നത്, നമ്മൾ ആ രണ്ട് ഇക്വേഷനെ ഞാൻ മാറ്റിയതാണ്. യു എന്ന് പറയുന്നത് 1 മൈനസ് വി സ്ക്വയർ, വി എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? 2y ആണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈനെ എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ? ഇതിന് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2 കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ 2ൻ്റെ അകത്ത് നിന്ന് നമുക്ക് y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എഴുതാം? y എന്ന് പറയുന്നത് v/2 ആണെന്ന് എഴുതാം. ഈ yൻ്റെ വാല്യൂ നമ്മൾ എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, yൻ്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദി വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ വരിക? യു ഈക്വൽ ടു 1 മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? വി സ്ക്വയർ ബൈ 4. വി സ്ക്വയർ ബൈ 2 സ്ക്വയർ ആണ്. വി സ്ക്വയർ ബൈ 2 സ്ക്വയർ വരും, അതായത് 4 വരും. അപ്പോൾ 1 മൈനസ് വി സ്ക്വയർ ബൈ 4 ആണ് വരുന്നത്. അപ്പോൾ യു ഈക്വൽ ടു എന്ത് കിട്ടി? 1 മൈനസ് വി സ്ക്വയർ ബൈ 4 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഹെൻസ് ദി ഇമേജ് ഓഫ് ദി ലൈൻ x ഈക്വൽ ടു 1 ഇൻ ദി z പ്ലെയിൻ എന്ന് പറയുന്നത്, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? യു ഇസ് ഈക്വൽ ടു 1 മൈനസ് വി സ്ക്വയർ ബൈ 4 ആണ് വരുന്നത്. ഇത് പരാബോളേനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത്
പരാബോളനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് എഴുതണമെന്നൊന്നുമില്ല. ജസ്റ്റ് എന്ത് എഴുതിയാൽ മതി, യു ഇസ് ഈക്വൽ ടു 1 മൈനസ് വി സ്ക്വയർ ബൈ 4 ആണെന്ന് എഴുതിയാൽ മതി. ഓക്കെ, സെറ്റ് പ്ലെയിൻ വേണമെങ്കിൽ നമുക്ക് എഴുതാം ഈസ് ദി പരാബോള. ഇത് പരാബോളനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പരാബോള യു ഇസ് ഈക്വൽ ടു 1 മൈനസ് വി സ്ക്വയർ ബൈ 4 വരും. ഓക്കെ, അപ്പം ഇതാണ് ഏതെങ്കിലും അണ്ടർ ദി മാപ്പിംഗ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് ഫങ്ഷൻസ് ആസ് ഫ്ലോസ്. അടുത്തതാണ് ഏത് വരുന്നത്, കോംപ്ലക്സ് ഫങ്ഷൻസ് ആസ് ഫ്ലോസ്. ഓക്കെ, കോംപ്ലക്സ് ഫങ്ഷൻ ആസ് ഫ്ലോസ്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഒരു പാരാമീറ്ററും കൂടി നമ്മൾ എക്സ്ട്രാ വരികയാണ്. അതായത് 2 ഡയമെൻഷണൽ ഫ്ലൂയിഡ് ഫ്ലോ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടി എന്നുള്ളൊരു പാരാമീറ്റർ ആഡ് ചെയ്യാണ്. അപ്പോൾ പാരാമീറ്റർ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തറിയാം, ഇപ്പോൾ dy ബൈ ഡി എക്സ് എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ആദ്യം ചെയ്യും, അടുത്തത് എന്ത് ചെയ്യും, വൈന് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ നെക്സ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിതിനൊന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ബാർ ആണെന്ന് വിചാരിക്കുക. സെഡ് ബാർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാം, സെഡ് ബാർ എന്ന് പറയുന്നത് എക്സ് മൈനസ് ഐ വൈ ആണെന്ന് നമുക്ക് പറയാം അല്ലേ. എക്സ് മൈനസ് ഐ വൈ ആണെന്ന് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ടിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഓക്കെ, ടിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് നമ്മളെ എക്സും ഡി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് മൈനസ് വൈ. അതായത് റിയൽ പാർട്ട് ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് ഫംഗ്ഷൻ ആസ് ഫ്ലോസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ബാർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ എങ്ങനെ എഴുതാം, ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എക്സ് എന്നും ഡി വൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു മൈനസ് വൈ എന്നും. ഇത് നമ്മൾ എന്ത് ചെയ്യാം, സോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണ് കിട്ടുന്നത്, ആ ഒരു ഇതാണ് ഏതിൽ വരുന്നത്, കോംപ്ലക്സ് ഫംഗ്ഷൻസിൽ വരുന്നത്. ഇത് നമ്മൾ കുറച്ചും കൂടി അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സെക്ഷൻ ഒന്നും കൂടി നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് എക്സും ഡി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് മൈനസ് വൈ ആണ്. ഈ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സ് ഈക്വൽ ടു സി വൺ ഇ റേസ് ടു ടി, വൈ ഈസ് ഈക്വൽ ടു സി ടു ഇ റേസ് ടു മൈനസ് ടി ആണ് വരുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റാണ്. ഓക്കെ, നമ്മൾ സാധാരണ അതായത് റിയൽ ഫംഗ്ഷൻ്റെ കേസിൽ നമ്മൾ ലിമിറ്റ് പറഞ്ഞു. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് എന്താണ്, ലിമിറ്റ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, ലിമിറ്റ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എടുക്കുക. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഡിഫൈൻഡ് ഇൻ എ നെയ്ബർഹുഡ് ഓഫ് സെഡ് നോട്ട് ഈസ് സെഡ് ടു ഹാവ് ദ ലിമിറ്റ് ഡബ്ല്യു നോട്ട് ആസ് സെഡ് അപ്രോച്ചസ് സെഡ് നോട്ട് റിട്ടേൺ ആസ്. നമ്മൾ സാധാരണ എങ്ങനെയായിരുന്നു പറയാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എല്ലാം ആവണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. റിയൽ കേസിലാണ് ഇത് വരുന്നത്. ഇവിടെ നേരെ എന്ത് വരും, ഇമാജിനറി അല്ലെങ്കിൽ കോംപ്ലക്സ് ഫംഗ്ഷൻ വരുന്ന കേസിലാണ് ഇവിടെ ലിമിറ്റ് പറയുന്നത്. അത് രണ്ടും എന്ത് ചെയ്യാം, കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഇവിടെ എക്സ് ടെൻസ് ടു എക്സ് നോട്ടിന് പകരം ഇവിടെ എന്താ വരിക, സെറ്റ് ടെൻസ് ടു സെറ്റ് നോട്ടാണ് വരിക. ഒരു ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ടാവണമെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി എങ്ങനെയാണ്, ലിമിറ്റ് സെറ്റ് ടെൻസ് ടു സെറ്റ് നോട്ട് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട്. കണ്ടീഷൻ എന്താണ്, നമ്മൾ റിയൽ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ്, നമുക്ക് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ നമുക്ക് എക്സിസ്റ്റ് ചെയ്യണം, ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് മോഡ് എഫ് ഓഫ് സെഡ് മൈനസ് ഡബ്ല്യു നോട്ട് ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ 0 ലെസ് ദാൻ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ. സെയിം തന്നെയാണ് നമ്മൾ ഏതൊരു വന്നത് റിയൽ ഫംഗ്ഷൻ വരുന്ന കേസിലും നമ്മൾ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ. ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും നമുക്കതൊരു പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യണം, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ റിയൽ ഫംഗ്ഷന് നമ്മൾ ലിമിറ്റിൻ്റെ കുറേ ആൾജിബ്രാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ലിമിറ്റ് സെറ്റൻസ് സെറ്റ് നോട്ട് എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് W1ഉം അതേപോലെ തന്നെ ലിമിറ്റ് സെറ്റൻസ് സെറ്റ് നോട്ട് ജി ഓഫ് സെറ്റ് എന്ന് പറയുന്നത് W2 ആണെങ്കിൽ ഇങ്ങനെ ലിമിറ്റ് സെറ്റൻസ് സെറ്റ് നോട്ട് എഫ് ഓഫ് സെറ്റ് പ്ലസ് ജി ഓഫ് സെറ്റ് എന്ന് പറയുന്നത് രണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് W1 പ്ലസ് W2, അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, W1 ഇൻറ്റു W2 വരും. ഡിവിഷൻ്റെ കേസിലാണെങ്കിൽ എന്താ വരിക, W1 ബൈ W2 എന്ത് 0 ആവാൻ പാടില്ല, ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. ഓക്കെ,
ഇനി നമ്മളൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലം എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ മോഡ് സെഡ് ആണ്. വെൻ സെഡ് നോട്ട് ഈക്വൽ ടു 0 when z equal to 0. Then show that limit z tends to 0 f of z does not exist. എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഡെഫിനിഷൻ for every epsilon greater than 0 we have to find a delta greater than 0 such that condition എന്താണ്? 0 less than mod z minus z naught less than delta implies mod f of z minus w naught less than epsilon. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഷോ ചെയ്യാനാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്തെടുക്കുക? സെഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണെന്ന് എടുക്കുക. ഓക്കെ, സെഡ് എക്സ് പ്ലസ് വൈ വൈ ആണെങ്കിൽ എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ മോഡ് സെഡ് ആണ്. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം? എക്സ് ആണെന്നറിയാം. എക്സ് ഡിവൈഡഡ് ബൈ മോഡ് സെഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ മോഡ് സെഡ് എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ഇത് വരുന്നത്? എഫ് ഓഫ് സെഡ് വരുന്നത്. ഏത് പോയിന്റിൽ? സെഡ് നോട്ട് ഈക്വൽ ടു 0. ഇവിടെ പ്രത്യേകം സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ സെഡ് ഈക്വൽ ടു 0 വരികയാണെങ്കിൽ 0, സെഡ് നോട്ട് ഈക്വൽ ടു 0 വരികയാണെങ്കിൽ എന്താണ്? എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ലിമിറ്റിംഗ് വാല്യൂ ആണ് പറയുന്നത്. അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ ഡെഫിനേഷൻ അല്ലാണ്ട് നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ദി ലിമിറ്റ് ഓഫ് എഫ് ഓഫ് സെഡ് ആസ് സെഡ് ടെൻസ് ടു 0. സെഡിൻ്റെ വാല്യൂ നമുക്ക് ഏതിലാണ്? 0ലാണ് നമുക്ക് ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എങ്ങനെ എടുക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? അലോങ് ദി ഇമാജിനറി ആക്സിസ് നോക്കാം. അലോങ് ദി ഇമാജിനറി ആക്സിസ് എന്ന് പറയുന്നത് ഏതാണ്? വൈ ആക്സിസ് ആണ്. ഇമാജിനറി ആക്സിസ് വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. എക്സ് ഈക്വൽ ടു 0 ഈസ് ഗിവൺ ബൈ, നമുക്ക് എങ്ങനെ എഴുതാം? ഈസ് ഗിവൺ ബൈ ഇങ്ങനെ എഴുതാം. ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ് ഈക്വൽ ടു 0 ആണെന്ന് ഓൾറെഡി നമുക്കറിയാം. വൈ ആണ് 0ലേക്ക് ടെൻഡ് ചെയ്യുന്നത്. ലിമിറ്റ് വൈ ടെൻസ് ടു 0, ഇവിടെ എന്ത് കൊടുക്കാം? എക്സ് ഈക്വൽ ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ. ഓക്കെ, ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് വൈ ടെൻസ് ടു 0, എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം അല്ലേ? എഫ് ഓഫ് 0 പ്ലസ് ഐ വൈ. ഇനി എക്സ് എഫ് ഓഫ് 0 പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ എക്സ് കാണുന്ന സ്ഥലത്ത് നമ്മൾ 0 കൊടുക്കാം. വൈ എന്ത് കൊടുക്കാം? 0ലേക്ക് ടെൻഡ് ചെയ്യും വേണം. അപ്പോൾ ലിമിറ്റ് വൈ ടെൻസ് ടു 0, ഇവിടെ എന്ത് കൊടുക്കാം? 0 ബൈ റൂട്ട് 0 പ്ലസ് വൈ സ്ക്വയർ ആണ് വരുന്നത്. ഈക്വൽ ടു എന്ത് വരും? 0 വരും. ഓക്കെ, അപ്പോൾ ലിമിറ്റ് വൈ ടെൻസ് ടു 0 എലോങ് ദി ഏത് ആക്സിസിലാണ് നമ്മൾ ചെയ്യുന്നത്? ഇമാജിനറി ആക്സിസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി റിയൽ ആക്സിസിൽ നമുക്ക് ചെയ്ത് നോക്കാം. സെയിം ലിമിറ്റ് ആണ് വരുന്നതെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇനി എന്ത് ചെയ്യാം? റിയൽ ആക്സിസിൽ ഒന്ന് ചെയ്ത് നോക്കാം. ദ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് സെഡ് ആസ് സെഡ് ടെൻസ് ടു 0 along the real axis എന്ന് പറയുന്നത് എന്താണ് വരിക? y is equal to 0. y is equal to 0 is given by എന്നിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? given by limit z tends to 0 f of z ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ലിമിറ്റ് ഇവിടെ ആര് 0? y 0, x ആണ് ഇതിലേക്ക് ടെൻഡ് ചെയ്യുന്നത്? 0ലേക്ക് ടെൻഡ് ചെയ്യുന്നത്. x tends to 0, y is equal to 0 f of x plus i y. ഓക്കെ, ഇത് ഈസ് ഈക്വൽ ടു ഇതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് x tends to 0, y വാല്യൂ 0 ആണ്. അപ്പോൾ f of x plus i into 0 വരും. f of x plus i into 0 വരും. ഇത് ഈസ് ഈക്വൽ ടു ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് x tends to 0 x ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് 0 വരും. ഓക്കെ, which is equal to ഇതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് x tends to 0 x ഡിവൈഡഡ് ബൈ റൂട്ട് x സ്ക്വയർ. ഓക്കെ, which is equal to limit x tends to 0 x divided by root x square എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് x ആയിട്ട് നമുക്ക് എഴുതാം. ഇത് നോക്കി നോക്കൂ. ലിമിറ്റ് x tends to 0 x divided by mod x, ഇത് എക്സിസ്റ്റ് ചെയ്യോ? ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യോ? നമ്മൾ ലിമിറ്റിംഗ് കേസൊക്കെ നമ്മൾ ഇത് ഫസ്റ്റ് സെമ്മിലോ സെക്കൻഡ് സെമ്മിലോ ഇതൊരു സെമ്മിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ ഒരു ലിമിറ്റിംഗ് വാല്യൂ എന്ത് ചെയ്യില്ല? എക്സിസ്റ്റ് ചെയ്യൂല. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ, അതായത് ഏത് ആക്സിസ് വരുമ്പോൾ അലോങ് ദി റിയൽ ആക്സിസിൽ നമ്മൾ ഇതിൻ്റെ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദെർഫോർ ലിമിറ്റ് z tends to 0 f of z എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. ഡസ് നോട്ട്
എഫ് ഓഫ് സെറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത നോക്കി നോക്കാം. ഗിവൻ ദി ഫോളോയിങ് ലിമിറ്റ്, ഗിവൻ ദാറ്റ് ദി ഫോളോയിങ് ലിമിറ്റ് എക്സിസ്റ്റ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ, അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന തന്നിട്ടുണ്ട്. അപ്പോൾ ലിമിറ്റ് സെറ്റ് ടെൻസ് ടു 1 മൈനസ് ഐ 5z² മൈനസ് 2z പ്ലസ് 2 ഡിവൈഡഡ് ബൈ z പ്ലസ് 1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യും? ഇതിന് ലിമിറ്റ് സെറ്റ് ടെൻസ് ടു നമ്മുടെ പ്രോപ്പർട്ടി പ്രകാരം ലിമിറ്റ് സെറ്റ് ടെൻസ് ടു 1 മൈനസ് ഐ 5z² മൈനസ് 2z plus 2 whole divided by limit set tends to 1 minus I z plus 1 എന്ന് നമുക്ക് ഇതിനെ എഴുതാം. ഓക്കെ, which is equal to, ഇതിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ മാത്രം സെപ്പറേറ്റ് ചെയ്യാണ്. ലിമിറ്റ് സെറ്റ് ടെൻസ് ടു 1 മൈനസ് ഐ 5z² മൈനസ് 2z പ്ലസ് 2. ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം ചെയ്യാനുണ്ടാവും. ഓക്കെ, z എന്ന് പറയുന്നത് 1 മൈനസ് ഐ ആണ്. അപ്പോൾ 1 മൈനസ് ഐ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1 മൈനസ് ഐ പ്ലസ് 2 വരും. ഓക്കെ, ഇതിന് എന്ത് ചെയ്താം? എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. 1 മൈനസ് 2i പ്ലസ് ഐ സ്ക്വയർ. ഓക്കെ, മൈനസ് ഇത് മൈനസ് 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് മൈനസ് 2, മൈനസ് 2 ഇൻറ്റു മൈനസ് ഐ എന്ന് പറയുന്നത് പ്ലസ് 2i പ്ലസ് 2. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാം. 5 ഇൻറ്റു 1 എന്ന് പറയുന്നത് 5, 5 ഇൻറ്റു മൈനസ് 2i മൈനസ് 10i, 5 ഇൻറ്റു ഐ സ്ക്വയർ എന്ന് പറയുന്നത് 5i സ്ക്വയർ മൈനസ് 2 പ്ലസ് 2i പ്ലസ് 2 വരും. അപ്പോൾ ഈ 2 2 ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് എന്താണ്? ഐ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 1 ആണ്. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 5 മൈനസ് 10i മൈനസ് 5 പ്ലസ് 2i വന്നു. 5ഉം 5ഉം ക്യാൻസൽ ചെയ്ത് അപ്പോൾ മൈനസ് 10i പ്ലസ് 8i വന്നു. ദാറ്റ് ഈസ് മൈനസ് 8i ആണ് നമുക്ക് ന്യൂമറേറ്റർ കിട്ടുന്നത്. ഇനി ഡിനോമിനേറ്ററിലേക്ക് പോവാം. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ലിമിറ്റ് സെറ്റ് ടെൻസ് ടു 1 മൈനസ് ഐ, ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് സെറ്റ് പ്ലസ് 1 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? സെറ്റ് എന്ന് പറയുന്നത് 1 മൈനസ് ഐ പ്ലസ് 1, അതായത് എന്ത് വരും? 2 മൈനസ് ഐ ആണ് നമുക്ക് ലിമിറ്റിംഗ് വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ 0 അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ലിമിറ്റ് എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. ദെർഫോർ നമുക്ക് ഫൈനലായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് സെറ്റ് ടെൻസ് ടു 1 മൈനസ് ഐ 5z² മൈനസ് 2z പ്ലസ് 2 ഡിവൈഡഡ് ബൈ z പ്ലസ് 1 ഇസ് ഈക്വൽ ടു, ഇതിന് വാല്യൂ നേരിട്ട് കൊടുത്താൽ പറയാം മൈനസ് 8i ഡിവൈഡഡ് ബൈ 2 മൈനസ് ഐ കൊടുക്കാം. ഓക്കെ, ഇത് ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ തന്നെ മൈനസ് 8i ഡിവൈഡഡ് ബൈ 2 മൈനസ് ആക്കി എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു കോംപ്ലക്സ് നമ്പർ ഫോമിലേക്ക് നമുക്ക് മാറ്റി എഴുതാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ലിമിറ്റ് പറഞ്ഞു, ലിമിറ്റിംഗ് കേസ്. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് നോക്കിയാൽ മതി? അത് റിയൽ ആക്സിസിലൂടെയും അല്ലെങ്കിൽ ഇമാജിനറി ആക്സിസിലൂടെയും നമ്മൾ അതിൻ്റെ ലിമിറ്റ് നോക്കുക. അത് രണ്ടും എക്സിസ്റ്റ് ചെയ്യാൻ വേണം. സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അല്ലാത്ത കേസിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂറ്റി ആണ്. അപ്പോൾ കണ്ടിന്യൂറ്റി ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. അപ്പം ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് പറഞ്ഞു. ഇനി എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുക എന്നുള്ളത്. അപ്പം നമ്മൾ ഓൾറെഡി റിയൽ ഫംഗ്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ കോംപ്ലക്സ് ഫംഗ്ഷനിലും എന്താണ്? ലിമിറ്റ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ലിമിറ്റ് സെറ്റ് ടെൻസ് ടു z നോട്ട് എഫ് ഓഫ് z എക്സിസ്റ്റ്, അതേപോലെ തന്നെ എഫ് ഓഫ് z നോട്ട് എക്സിസ്റ്റ് ചെയ്യണം. ഇത് ഈക്വൽ ആവുകയും വേണം. ലിമിറ്റ് സെറ്റ് ടെൻസ് ടു z നോട്ട് എഫ് ഓഫ് zന്റെ വാല്യൂ ഏതിനോട് ഈക്വൽ ആവണം? എഫ് ഓഫ് z നോട്ടിനോട് ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിലാണ് കണ്ടിന്യൂസ് ആവുള്ളൂ. ഇവിടെ ഇപ്പോൾ നോക്കി നോക്കാം. എ കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഇസ് said to be continuous at a point z naught of its domain if corresponds to any epsilon greater than 0. We have to find a delta such that ഈ ഒരു കണ്ടീഷൻ മോഡ് എഫ് ഓഫ് z മൈനസ് എഫ് ഓഫ് z നോട്ട് ലെസ് ദാൻ എപ്സിലോൺ whenever mod z minus z naught less than delta. ഓക്കെ, ഇതാണ് ശരിക്കും കണ്ടിന്യൂറ്റിൻ്റെ ഡെഫിനേഷൻ വരുന്നത്. നമ്മൾ എപ്സിലോണിൻ്റെ വാല്യൂ എടുത്ത് ഡെൽറ്റേൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ആ ഒരു പ്രോസസ്സിലൂടെ അല്ല നമ്മൾ പോകുന്നത്. നമ്മൾ എന്താണ് ഈ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടിന്യൂറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് എഫ് ഓഫ് z എക്സിസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ എന്തും എക്സിസ്റ്റ് ചെയ്യണം? എഫ് ഓഫ് z നോട്ട് എക്സിസ്റ്റ് ചെയ്യണം. അത് രണ്ടും ഈക്വൽ ആവണം. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് at z ഈക്വൽ ടു z നോട്ട്. z ഈക്വൽ ടു z നോട്ട് എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ കണ്ടിന്യൂറ്റി പറയുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് കൂടി ഡിഫറൻഷ്യബിലിറ്റിയും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം.
ഓക്കെ. അപ്പം നെക്സ്റ്റ് പറയുന്നത് ഡിഫറൻഷ്യബിലിറ്റി ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ആണെന്ന് എടുക്കുക, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ് എടുക്കുന്നത്, എഫ് ബി എ കോംപ്ലക്സ് ഫംഗ്ഷൻ. ഓക്കെ. whose domain of definition contains a neighborhood of point z0, then f is said to be differentiable. എഫ് ഡിഫറൻഷ്യബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ലിമിറ്റ് ഡെൽറ്റ z ടെൻസ് ടു 0 എഫ് ഓഫ് z0 പ്ലസ് ഡെൽറ്റ z മൈനസ് എഫ് ഓഫ് z0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ z. ഈ ഒരു ഡെഫിനേഷൻ ഒക്കെ സിമിലർ ടു ഏതാണ്, റിയൽ ഫംഗ്ഷൻ ആണ് വരുന്നത്. ഇവിടെ z പകരം അവിടെ എന്തേ ഉള്ളൂ, എക്സ് എന്നേ വരുന്നുള്ളൂ. x0 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അങ്ങനെ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ആ ഫംഗ്ഷൻ എന്താവുന്നത്, ഡിഫറൻഷ്യബിൾ ആവുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ. ഇത് കോംപ്ലക്സ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഏതിൻ്റെ ടേമിലാണ് വരിക, z0 അല്ലെങ്കിൽ ഡെൽറ്റ സെഡിൻ്റെ ടേമിലാണ് വരിക. ഓക്കെ. ഈ ഒരു വാല്യൂനെയാണ് നമ്മൾ എന്ത് പറയുക, അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് z0 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എഫ് ഡാഷ് ഓഫ് z0 ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ z ടെൻസ് ടു 0 എഫ് ഓഫ് z0 പ്ലസ് ഡെൽറ്റ z മൈനസ് എഫ് ഓഫ് z0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ z വരും. ഓക്കെ. നമ്മൾ ഒരുപാട് റൂൾസ് നമ്മൾ റിയൽ ഫംഗ്ഷനിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഏതിലും വരുന്നത്, കോംപ്ലക്സ് ഫംഗ്ഷനിൽ വരുന്നത്. റൂൾ ഇതൊക്കെയാണ്. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ സം ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് സെഡ് പ്ലസ് ജി ഡാഷ് ഓഫ് സെഡ് വരും. ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ അതായത് മൾട്ടിപ്ലിക്കേഷൻ റൂൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, അതാണ് എഫ് ജി ഡാഷ് പ്ലസ് ജി എഫ് ഡാഷ്. ഓക്കെ. അതേപോലെ തന്നെ കോഷ്യൻ റൂൾ എന്ന് പറയുമ്പോൾ എന്താണ്, എഫ് ബൈ ജി എന്ന് പറയുന്നത് ജി എഫ് ഡാഷ് മൈനസ് എഫ് ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി സ്ക്വയർ. റൂളൊന്നും മാറ്റം വരുന്നില്ല. ആകെ മാറ്റം വരുന്ന എന്താണ്, അവിടെ റിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ എന്താണ്, കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ചെയിൻ റൂൾ എന്ന് പറയുന്നത് എന്താണ്, ഡി ബൈ ഡി സെഡ് ഓഫ് എഫ് ഓഫ് ജി ഓഫ് സെഡ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് സെഡ് ഇൻറ്റു ജി ഡാഷ് ഓഫ് സെഡ് ആണ് വരുന്നത്. ഓക്കെ. ഇനി നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഷോ ദാറ്റ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ബാർ ഈസ് നോവർ ഡിഫറൻഷ്യബിൾ. ഓക്കെ. ഇത് ഒരു സ്ഥലത്തും ഡിഫറൻഷ്യബിൾ അല്ല എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ. അപ്പം ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് z0 പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് z0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ഡെൽറ്റ സെഡ് ആണ്, ഡെൽറ്റ സെഡ്. ഈ ഒരു ലിമിറ്റ്, ഇതിൻ്റെ ലിമിറ്റ് എന്ത് ചെയ്യില്ല, എക്സിസ്റ്റ് ചെയ്യൂല എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ. ഇവിടെ z0 എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണ്. നമുക്ക് എന്ത് തന്നെ യൂസ് ചെയ്യാം, z തന്നെ യൂസ് ചെയ്യാം. അതായത് എഫ് ഡാഷ് ഓഫ് z എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കാം. ആദ്യം തന്നെ z എന്താണെന്ന് എടുക്കുക, എക്സ് പ്ലസ് ഐ വൈ ആസ് യൂഷ്വൽ. അപ്പോൾ എന്തെടുക്കുക, ലെറ്റ് z ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. അപ്പോൾ നമ്മൾ എഫ് ഓഫ് z എന്ന് പറയുന്നത് എന്താണ്, സെഡ് ബാർ ആണ്. സെഡ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് മൈനസ് ഐ വൈ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ എഫ് ഓഫ് z എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എഫ് ഓഫ് z ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ. ഓക്കെ. ഡെൽറ്റ z എന്താ വരിക, ഡെൽറ്റ z എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. ഓക്കെ. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതിയെടുക്കുകയാണ്. ഇനി നമ്മൾ ഡെഫിനിഷൻ പ്രകാരം എഫ് ഓഫ് z പ്ലസ് ഡെൽറ്റ z മൈനസ് എഫ് ഓഫ് z ഡിവൈഡഡ് ബൈ ഡെൽറ്റ z കണ്ടുപിടിക്കുകയാണ്. ഓക്കെ. ഇറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, എഫ് ഓഫ് z പ്ലസ് ഡെൽറ്റ z. എഫ് ഓഫ് z പ്ലസ് ഡെൽറ്റ z എന്താ വരിക, എഫ് ഓഫ് z ആണെങ്കിൽ സെഡ് ബാർ ആയിരുന്നു, എഫ് ഓഫ് z ആണെങ്കിൽ സെഡ് ബാർ. അപ്പോൾ സെഡ് പ്ലസ് ഡെൽറ്റ z ആണെങ്കിൽ എന്ത് വരും, സെഡ് പ്ലസ് ഡെൽറ്റ z ബാർ മൈനസ് എഫ് ഓഫ് z എന്ന് പറയുന്നത് എന്താണ്, സെഡ് ബാർ ആണ്, സെഡ് ബാർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ z വരും. ഓക്കെ. വിച്ച് ഇസ് ഈക്വൽ ടു, then എനിക്ക് എങ്ങനെ എഴുതാം, സെഡ് പ്ലസ് ഡെൽറ്റ z ഹോൾ ബാർ. ഇവിടെ z ബാർ പ്ലസ് ഡെൽറ്റ z ബാർ എന്ന് എഴുതാം, മൈനസ് സെഡ് ബാർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ z എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ ഈ സെഡ് ബാർ നമ്മൾ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എന്താണ്, ഡെൽറ്റ z ബാർ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ z വരും. ഇപ്പോൾ ഡെൽറ്റ z ബാർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ z എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. ഇതിനെ എക്സിൻ്റെയും വൈൻ്റെയും ടേമിലേക്ക് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് എഴുതിയേ ഉള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ റിയൽ ആക്സിസിലൂടെ ആദ്യം റിയൽ ആക്സിസ് നോക്കുക, പിന്നെ അടുത്ത് എന്ത് നോക്കുക, ഇമാജിനറി ആക്സിസ് നോക്കുക. അപ്പം നോക്കാം. ഫസ്റ്റ് ലെറ്റ് ഡെൽറ്റ z ടെൻസ് ടു 0, ഡെൽറ്റ z ടെൻസ് ടു 0 അലോങ് ദി റിയൽ ആക്സിസ്. റിയൽ ആക്സിസിലൂടെയാണ്
നമ്മൾ ഈ ഒരു ലിമിറ്റ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. റിയൽ ആക്സിസ് ആകുമ്പോൾ എന്താണ്? റിയൽ ആക്സിസ് ആണ്. റിയൽ ആക്സിസ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് ആക്സിസ് അല്ലേ വരുന്നത്. എക്സ് ആക്സിൽ y0 ആണ്. y0 എന്ന് പറയുമ്പോൾ ഡെൽറ്റ വൈ 0. അപ്പോൾ ഡെൽറ്റ വൈ 0 ആണ്. ഏത് മാത്രമേ ടെൻഡ് ചെയ്യുന്നുള്ളൂ? ഡെൽറ്റ എക്സ് ആണ് ടെൻഡ് ചെയ്യുന്നത്. ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് നോക്കാം. ലിമിറ്റ് ഡെൽറ്റ സെറ്റ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. അതേപോലെ തന്നെ ഡെൽറ്റ വൈ ഈക്വൽ ടു 0. ഇവിടെ വാല്യൂ കൊടുക്കാം. എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നമുക്കിവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഈ ഡെൽറ്റ വൈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഇവിടെ 0 ആയിപ്പോയി, ഇവിടെയും 0. അപ്പോൾ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്ത് വരും? 1 വരും. അപ്പം അലോങ് ദി റിയൽ ആക്സിസിൽ നമുക്ക് ലിമിറ്റിംഗ് വാല്യൂ കിട്ടിയിരിക്കുന്നത് 1 ആണ്. ഓക്കെ, ഇനി നമ്മൾ ഏത് ആക്സിസിലൂടെ പോകണം? ഇമാജിനറി ആക്സിസിലൂടെ പോകണം. ഓക്കെ, നൗ ലെറ്റ് ഡെൽറ്റ സെറ്റ് ടെൻസ് ടു 0 അലോങ് ദി ഇമാജിനറി ആക്സിസ്. ഇമാജിനറി ആക്സിസ് എന്ന് പറയുന്നത് ഏതാണ്? വൈ ആക്സിസ് ആണ്. വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ എന്താണ്? x0. അതായത് ഡെൽറ്റ എക്സ് എന്ത് വരും? 0. ഏതാണ് 0ലേക്ക് ടെൻഡ് ചെയ്യുന്നത്? ഡെൽറ്റ വൈ ആണ് 0ലേക്ക് ടെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ കാണാം. ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0. ഇവിടെ എന്തായിരുന്നു? ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. അപ്പം ഡെൽറ്റ വൈ ഡെൽറ്റ എക്സ് കാണുന്ന സ്ഥലത്ത് എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. ലാസ്റ്റ് എന്ത് ചെയ്യുക? ഡെൽറ്റ വൈ 0ലേക്ക് ടെൻഡ് ചെയ്യുക. ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 മൈനസ് ഐ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഐ ഡെൽറ്റ വൈ. അപ്പോൾ എന്താ വരുന്നത്? ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0. ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ -1 ആണ് വരുന്നത്. അതായത് -1 നമുക്ക് വരും. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഡിഫറെൻറ്റ് ലിമിറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആദ്യം എന്താണ്? ആദ്യത്തെ ലിമിറ്റ് 0 ആണ് വരുന്നത്. ആദ്യത്തെ ലിമിറ്റ് 1ഉം രണ്ടാമത്തെ ലിമിറ്റ് എന്താണ്? -1ഉം ആണ് വരുന്നത്. ഡിഫറെൻറ്റ് ലിമിറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഡെൽറ്റ സെറ്റ് ടെൻസ് ടു ഡിഫറെൻറ്റ് ലിമിറ്റ്സ്. 2 ഡിഫറെൻറ്റ് ലിമിറ്റ്സിലേക്ക് വരുന്നത് different limits as delta z tends to 0. Delta z tends to 0 along different ways. അതായത് 2 ഡിഫറെൻറ്റ് വേസിലൂടെ പോകുന്ന സമയത്ത് എക്സ് ഈക്വൽ ടു ലിമിറ്റിംഗ് വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് വരുന്നത്, 1ഉം -1ഉം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടു ഡിഫറെൻറ്റ് ലിമിറ്റ്സ് as delta z tends to 0 along different ways ലിമിറ്റ് ഏത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. ഡസ് നോട്ട് എക്സിസ്റ്റ്. ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഹെൻസ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ബാർ ഈസ് നോവർ ഡിഫറൻഷ്യബിൾ. ഒരു സ്ഥലത്തും ഇതെന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നോവർ ഡിഫറൻഷ്യബിൾ. ഓക്കെ, അടുത്ത പ്രോബ്ലം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചെയ്യാം. താങ്ക് യു.